ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് വെള്ളിയുടെ 2 പാദസരം വാങ്ങാൻ പോയി. പിന്നെ ഒരു അരഞ്ഞാണം കൂടിയും, ചെറിയ മോൾക്ക് അരഞ്ഞാണില്ല, അപ്പോൾ അതും കൂടെ വാങ്ങാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ വാടാനപ്പള്ളിയുള്ള ആലുക്കരണിലാണ് വന്നത്. ഇവരുടെ ഷോറൂം ചാവക്കാടും വാടാനപ്പള്ളിയാണുള്ളത്. അപ്പോൾ വാടാനപ്പള്ളിക്കാണ് വന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഷോറൂം. കുറേ ഉണ്ട് കേട്ടോ, വെള്ളിയുടെ കളക്ഷൻസ് കുറേ ഉണ്ട്. മുത്തുമാല ഉണ്ട്, പിന്നെ ആണുങ്ങൾ ചെയിൻ ഉണ്ട്, വളകളുണ്ട്, മോതിരമുണ്ട്. വളകളൊക്കെ കണ്ടോ, നല്ല കല്ല് പിടിപ്പിച്ച വളകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മാലകളുണ്ട് കേട്ടോ, മാല സെറ്റ് നമ്മുടെ പെൺകുട്ടികൾക്കുള്ള മാലകളും പിന്നെ മോതിരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവരിങ്ങനെ ബലൂൺ വീർപ്പിച്ച് കൊടുക്കും കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതാ മാലകൾ കണ്ടോ ഇവിടെ ഉണ്ട്, പിന്നെ മോതിരങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ഷോറൂമാണ് കേട്ടോ, വാടാനപ്പള്ളിയിലുള്ളതാണത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് മാറ്റാമെന്ന് വിചാരിച്ചു. രണ്ടും ചെറിയ മോൾക്ക് നല്ല ടൈറ്റായി അത് പാദസരം. അപ്പോൾ പിന്നെ അത് രണ്ടും മാറ്റാമെന്ന് വെച്ചു. എന്നിട്ട് 2 നല്ല പാദസരം വാങ്ങാമെന്ന് വെച്ചു. പാദസരത്തിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാട്ടിത്തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാരൻറ്റി വളകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഗ്യാരൻറ്റി വളകളൊക്കെ കേട്ടോ. വളയുടെ സെറ്റ് ഇതാണ് ഗോൾഡ്. അത് അവർ കളറ് പോളിഷ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് 2 പാദസരങ്ങൾ മാറ്റുക. ചെറിയ മോളുടെ മണി ഫുള്ള് മണിയുള്ളത്, അപ്പോൾ ഇടമണിയുള്ളത് വാങ്ങിയത് കേട്ടോ. പിന്നെ മൂത്ത മോൾക്ക് 1 മണിയുള്ളതും. അങ്ങനെ ഫുള്ള് മണിയുള്ളത് ഇനി വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ അരഞ്ഞാണം നോക്കിയിട്ടാണ് ഞങ്ങൾ. അരഞ്ഞാണം ഇവിടെ ഹാൻഡ് മെയ്ഡ് അരഞ്ഞാണം ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഒരു മോഡൽ തന്നെ ഉള്ളോ, അപ്പോൾ പിന്നെ അതന്നെ വാങ്ങി ഞങ്ങൾ, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത് കണ്ടോ. നല്ല ഉറപ്പുള്ളതെന്ന് പറഞ്ഞു. പിന്നെ പോളിഷ് ചെയ്യണമെങ്കിൽ ഉണ്ണിക്ക് ഇങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ കറുത്തുണ്ടായിരുന്നു. ഈ പാമ്പസ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇത് ഇട്ടപ്പോൾ സിൽവറിൻ്റെ ആഭരണം ഇട്ടപ്പോൾ അരഞ്ഞാണം ഇട്ടപ്പോൾ ഇങ്ങനെ കറുത്തു. അപ്പോൾ പിന്നെ അത് പാമ്പസ് മാറിയിട്ട് വാങ്ങാമെന്ന് വെച്ചിട്ടിരുന്നേന്ന്. കുറച്ചായി പാമ്പസ് മാറിയിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് വാങ്ങിയപ്പോൾ ഇനി കറക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കറക്കാണെങ്കിൽ ഇവിടെ വന്ന് പോളിഷ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്തത് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനെ ഇതിലിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, ആലുക്കാരൻ്റെ സൈറ്റിലിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മോളുടെ പാദസരം. ഇവരുടെ പാദസരം ഞാൻ ലാസ്റ്റ് കാട്ടിത്തരാം കേട്ടോ, ഫോട്ടോ ആയിട്ട് കാട്ടിത്തരാം. ഇതത്ര ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ചെറിയ മോളുടെ എടമണിയിലാണ്, എടമണി അങ്ങനത്തെയാണ് വാങ്ങിയത്. അതാകുമ്പോൾ അധികം ഇങ്ങനെ കിലുക്കുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ചെറിയ മോള്. അവളോടും നടക്കാൻ പറഞ്ഞു, ഇതേപോലെ നടന്ന് കാട്ടി കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞു, പാട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവരോട് പറഞ്ഞ് ഒന്ന് ഓടി വരാം. അപ്പോൾ പിന്നെ അവർ ഇതിൽ ഓടി വന്നു. ഇതൊക്കെ അവിടുത്തെ ആ ചേട്ടൻ എടുത്തതാണ് കേട്ടോ. ഞങ്ങളൊരു വൈകുന്നേരമാണ് പോയത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാ ഇതുപോലെ അവർ ഓടി വന്നു. അപ്പോൾ ആശ്രമെങ്കിലും ഇങ്ങനെ കാട്ടാൻ വേണ്ടിയിട്ടാവും. അവർ റീൽസ് പോലെ ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരെ നിന്ന് വാങ്ങിയതാണ് ഇത് വീഡിയോസ്. അത് ഇതിൽ യൂട്യൂബിലിടാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ വീഡിയോസ്. പിന്നെ അമ്മയ്ക്ക് 3 ഗ്യാരൻറ്റി വളകൾ എടുത്തു. അതാണ് ഇത് 3 എണ്ണം. അത്ര റേറ്റ് ഇല്ല, 300 400 അങ്ങനത്തെ റേറ്റ് ഉള്ള ഒരെണ്ണത്തിന്. പിന്നെ ഇതാണ് ഉണ്ണിയോളുടെ പാദസരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.